8085 ലോജിക്കൽ ഷിഫ്റ്റ് ആൻഡ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആൻഡ്, ഓറ്, നോട്ട് അങ്ങനെയുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യത്തേതാണ് നമ്മൾ ആൻഡിനെ കുറിച്ച് പഠിക്കുന്നത്. ലോജിക്കൽ ആൻഡ് രജിസ്റ്റർ ഓർ മെമ്മറി വിത്ത് അക്യുമുലേറ്റർ. അതായത് അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റും ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുള്ള രജിസ്റ്ററിലെ കണ്ടൻറ്റും കൂടെ ലോജിക്കലി ആൻഡ് ചെയ്യാം. ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഫോർമാറ്റ് ANA-R, അല്ലെങ്കിൽ മെമ്മറി ആണെങ്കിൽ ANA-M, രജിസ്റ്റർ ആണെങ്കിൽ ആറും മെമ്മറി ആകുമ്പോൾ എമ്മും. അതായത് തന്നിട്ടുള്ള രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ആവാം അല്ലേ. ആ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആൻഡ് ചെയ്യാം. ഇനി മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ആ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആൻഡ് ചെയ്യുക. റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുക. എക്സാമ്പിളായിട്ട് അവിടെ തന്നിട്ടുള്ളത് ANA-B ഓർ ANA-M. അതായത് B എന്ന രജിസ്റ്ററിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആൻഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യാം. ഇതാണ് ലോജിക്കലി ആൻഡ്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കും എന്ത് ചെയ്യാം? ആൻഡ് ചെയ്യാം. നമ്മൾ അഡീഷനൊക്കെ പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ. അതായത് ANI 8-bit ഡാറ്റ, ഒരു 8-bit ഡാറ്റ ഇൻസ്ട്രക്ഷനിൽ തന്നെ കൊടുക്കുകയാണ്. രജിസ്റ്ററിൽ കണ്ടൻറ്റ് എടുക്കുക അല്ലെങ്കിൽ മെമ്മറിയിൽ കണ്ടൻറ്റ് എടുക്കുക എന്നതിന് പകരം ഡാറ്റ എന്ത് ചെയ്യുകയാണ്? ഇൻസ്ട്രക്ഷനിൽ തന്നെ കൊടുക്കുകയാണ്. ANI 8-bit ഡാറ്റ. ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് അല്ലേ. അതായത് ഇൻസ്ട്രക്ഷനിൽ തന്നെ ഡാറ്റ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുള്ള 8-bit ഡാറ്റയും കൂടെ ലോജിക്കലി ആൻഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ പ്ലേസ് ചെയ്യാം. എക്സാമ്പിൾ ANI 86H. 86H എന്ന കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതാണ് ആൻഡിൻ്റെ കേസ്. അതായത് ANA-R വരാം, ANA-M വരാം, അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ANI 8-bit ഡാറ്റ വരാം. ഇതേ കേസ് തന്നെ ആൻഡിൻ്റെ ഇതേപോലെ തന്നെ ഓറും വരും, എക്സോറും വരും. ഓക്കെ. അപ്പോൾ എക്സോർ ആണെങ്കിൽ, എക്സോർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ക്ലൂസീവ് ഓറാണ്. എക്സ്ക്ലൂസീവ് ഓർ രജിസ്റ്റർ ഓർ മെമ്മറി വിത്ത് അക്യുമുലേറ്റർ. അപ്പോൾ ആൻഡിന് നമ്മൾ ANA കൊടുത്തതിന് പകരം എക്സ്ക്ലൂസീവ് ആറാണെങ്കിൽ XRA കൊടുക്കും. ഓക്കെ. XRA-R, XRA-M. ANA-R-ഉം ANA-M കൊടുത്തതിന് പകരം XRA-R-ഉം XRA-M. അതുപോലെ ANI 8-bit ഡാറ്റ കൊടുത്തതിന് പകരം XRI 8-bit ഡാറ്റ കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ അതെന്താണ്? രജിസ്റ്ററിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ എക്സ്ക്ലൂസീവ് ഓർ ചെയ്യുക. അതുപോലെ മെമ്മറി ലൊക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ എക്സ്ക്ലൂസീവ് ഓർ ചെയ്യുക. XRI ആണെങ്കിലോ തന്നിട്ടുള്ള 8-bit ഡാറ്റയും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ എക്സോർ ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ ഓറിൻ്റെ കേസും വരും. ഓറിലും ഇതേപോലെ തന്നെ ORA-R, ORA-M, ORI 8-bit ഡാറ്റ. അതായത് രജിസ്റ്ററിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ഓർ ചെയ്യുക. മെമ്മറിയിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ഓർ ചെയ്യുക. ORI 8-bit ഡാറ്റയാണെങ്കിൽ തന്നിട്ടുള്ള 8-bit ഡാറ്റയും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ എന്ത് ചെയ്യുക? ഓർ ചെയ്യുക. അപ്പോൾ ആൻഡ് ആണെങ്കിൽ ANA-R, ANA-M, ANI 8-bit ഡാറ്റ. എക്സ്ക്ലൂസീവ് ഓർ ആണെങ്കിൽ XRA-R, XRA-M, XRI 8-bit ഡാറ്റ. ഓറാണെങ്കിലോ ORA-R, ORA-M, അതുപോലെ ORI 8-bit ഡാറ്റ. ഇത് മൂന്നുമാണ് ആൻഡും ഓറും എക്സ്ക്ലൂസീവ് ആറും ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ഇനി അതുപോലെ റൊട്ടേറ്റ് വരുന്നുണ്ട്. റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്. റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് ലെഫ്റ്റിലേക്ക് ഒരു ബിറ്റായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇത് റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ RLC നൺ, അതാണ് ഫോർമാറ്റ്. RLC എന്ന ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ബൈനറി ബിറ്റ്സിന് എന്ത് ചെയ്യാണ്? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അക്യുമുലേറ്ററിൽ കണ്ടൻറ്റ് എന്താണോ അതിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതാണ് RLC.
അതേപോലെ തന്നെ RAL വരുന്നുണ്ട്, RAR വരുന്നുണ്ട്, RAR വരുന്നുണ്ട്. ഓക്കെ, റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ് വിത്ത് ക്യാരി, ലെഫ്റ്റ് വിത്ത് ക്യാരി. ഓക്കെ, അങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത്. നെക്സ്റ്റ് കമ്പയർ, CMP6, CMP-M, CMP6 ഇത് CMP-M, അതായത് കമ്പയർ ചെയ്യുക. തന്നിട്ടുള്ള രജിസ്റ്ററുകളുടെ കണ്ടൻറ്റും അക്യുമുലേറ്ററുകളുടെ കണ്ടൻറ്റും കൂടെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ തന്നിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഇവിടെ കമ്പയർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്സ്ട്രാക്ഷനാണ്. അതായത് ഇപ്പോൾ രജിസ്റ്ററിലെ കണ്ടൻറ്റ് 3 ആണ്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് 2 ആണെങ്കിൽ കമ്പയർ ചെയ്യാന്ന്, രണ്ടും കൂടെ കമ്പയർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 3 - 2 ചെയ്യാന്നാണ്. അപ്പോൾ 3 - 2 ചെയ്യുമ്പോൾ എന്താണ്, അതൊരു പോസിറ്റീവ് വാല്യൂ, അല്ലെങ്കിൽ 2 - 3 ആണെങ്കിൽ അതൊരു നെഗറ്റീവ് വാല്യൂ. അപ്പോൾ അതനുസരിച്ച് ഫ്ലാഗ് സെറ്റ് ചെയ്യാണ് ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ആ സബ്സ്ട്രാക്ട് ചെയ്തതിൻ്റെ റിസൾട്ട് അല്ല സ്റ്റോർ ചെയ്യുക, പകരം ഫ്ലാഗ് സെറ്റ് ചെയ്യാണ് കമ്പയർ എന്ന ഇൻസ്ട്രക്ഷൻ കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഏത് വാല്യൂ ആണ് വലുത്, ഏത് വാല്യൂ ആണ് ചെറുത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആ ഇൻസ്ട്രക്ഷനെ കുറിച്ച് മനസ്സിലാവും. അങ്ങനെയാണ് കമ്പയർ വരുന്നത്. അപ്പോൾ കമ്പാരിസൻ്റെ റിസൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്ലാഗ് സെറ്റ് ചെയ്തുകൊണ്ടാണ്. ദെൻ കമ്പയർ ഇമ്മീഡിയറ്റ്, CPI 8-bit ഡാറ്റ, അതായത് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷനിലെ 8-bit ഡാറ്റയും കൂടെ കമ്പയർ ചെയ്യുക. CPI 8-bit ഡാറ്റ, ആ 8-bit ഡാറ്റയുടെ സ്ഥാനത്ത് എന്താണോ തന്നിട്ടുള്ളത് അതും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ കമ്പയർ ചെയ്യുക, അത് സബ്സ്ട്രാക്ട് ചെയ്യുക. അതനുസരിച്ച് ഫ്ലാഗ് സെറ്റ് ചെയ്യുക. എക്സാമ്പിളായി തന്നിട്ടുള്ളത് CPI 89H ആണ്. അപ്പോൾ 89H എന്ന് പറയുന്ന 8-bit ഡാറ്റയും അതുപോലെ അക്യുമുലേറ്ററിലുള്ള ഡാറ്റ എന്താണോ അതും കൂടെ കമ്പയർ ചെയ്യുക. ദെൻ റിസൾട്ട് എന്ത് ചെയ്യുക, റിസൾട്ട് ഫ്ലാഗായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ, CMA നൺ, അതാണ് ഫോർമാറ്റ്. അതായത് CMA എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 ഉള്ളതിനെ 1 ആക്കുക, 1 ഉള്ളതിനെ 0 ആക്കുക, അതാണ് കോംപ്ലിമെൻറ്റ്. അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിനെയാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് CMA എന്ന ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട്. അതുപോലെ കോംപ്ലിമെൻറ്റ് ക്യാരി ഉണ്ട്, അതായത് CMC എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ക്യാരി ഫ്ലാഗിലുള്ളത് 0 ആണെങ്കിൽ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ 1 ആക്കുക. ഇപ്പോൾ 1 ആണ് ക്യാരി ഫ്ലാഗിലുള്ളതെങ്കിൽ അതിനെ 0 ആക്കുക, അതാണ് കോംപ്ലിമെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോംപ്ലിമെൻറ്റ് ക്യാരി ആകുമ്പോൾ CMC. ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വരുന്നത് സെറ്റ് ക്യാരി, STC നണ്ണ്, അതായത് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് STC, സെറ്റ് ക്യാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ലോജിക്കൽ ഷിഫ്റ്റ് ആൻഡ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്.